പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 4 വാക്യം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരന്മാരെ, വലിയൊരു വാഗ്ദാനമാണ്. എല്ലാ ദുഃഖവും വേദനയും മുറവിളിയും തമ്പുരാൻ എടുത്തു മാറ്റും. കണ്ണുനീർ ഇല്ലാതാകും. അതായത് ഈ ദിവസം ഈശോയുടെ വലിയൊരു വാഗ്ദാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ ദുഃഖവും വേദനയും കണ്ണുനീരും വരുന്നോ അതെല്ലാം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുമെന്ന്. ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഗാവുൽത്ത വെള്ളിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ദുഃഖവും വേദനയും തകർച്ചയും അടിമത്തങ്ങളെല്ലാം ഇന്ന് പ്രത്യേകമാവിധം പ്രത്യേക ശുശ്രൂഷയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷകൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പേരെ കണ്ണുനീര്, പലതരത്തിൽ അവരനുഭവിച്ച വേദനകൾ, രോഗങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്ന നാം കാണുന്നുണ്ട്. തോബിയാസും സാറായും അവർ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിവാഹം ഒരു തടസ്സമായിരുന്നു. ആ സാറ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാറ ദൈവത്തോട് പറയുന്നുണ്ട്. അതിലപ്പുറമായിട്ടും മനസ്സിൻ്റെ വേദന നിറഞ്ഞപ്പോൾ ഞാൻ ചത്തുകളയുന്നുവെന്ന് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ആത്മസംഘർഷം ആ മകൾക്കുണ്ടായി. പക്ഷേ ദൈവം ആ മകളുടെ ജീവിതത്തിൽ വിവാഹത്തിലൂടെ ആ ദുഃഖം മാറ്റിയില്ലേ? അതുപോലെ നിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി നിരാശയും ദുഃഖവും വേദനയുണ്ടോ? ഇന്നത്തെ ശുശ്രൂഷയുടെ കർത്താവ് അനുഗ്രഹിക്കും. സാമ്പത്തിക പ്രതിസന്ധിയാണോ? ദൈവത്തിന് വഴിയുണ്ട്. അല്ലെങ്കിൽ രോഗപീഠകളാണ്? ദൈവത്തിന് വഴിയുണ്ട്. ഏതെല്ലാം തരത്തിൽ നിൻ്റെ മനസ്സിന് ഭാരപ്പെടുത്തുന്ന ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഗാവുൽത്തായ്ക്ക് കടന്നു വരണം. രാവിലെ 9 മുതൽ 3 വരെയാണ് ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ ഇടയിലൊരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ തമ്പുരാൻ സ്പർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അതൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരണം. അതിനുശേഷം ഗാവുൽത്തായിലെ ഒരു പ്രത്യേക ശുശ്രൂഷയിലൂടെ ഈ ദുഃഖത്തിൻ്റെ വേദനയുടെ എല്ലാ ഓർമ്മകളും എഴുതിയ പേപ്പർ ഈശോയ്ക്ക് സമർപ്പിക്കും. ആ സമർപ്പിക്കുന്നത് പ്രത്യേക ശുശ്രൂഷയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഗാവുൽത്തായ്ക്ക് ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ സാരമില്ല, ഓൺലൈനിലൂടെയും അല്ലെങ്കിൽ മറ്റ് മീഡിയയിലൂടെ എല്ലാം ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കാം കേട്ടോ. ഇതിൻ്റെ താഴെ അച്ഛൻ ലിങ്കൊക്കെ ഇട്ട് തരാം. ഒന്നുണ്ട് പ്രിയമുള്ളവരെ, ഈ വെള്ളി ഗാവുൽത്ത ഫ്രൈഡേ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോവുക. ഓരോ തരത്തിലും ദൈവം ജീവിക്കുന്നതിനായി കടന്നു വന്ന അനുഭവം ബൈബിളിൽ എത്രയോ കഥകളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. അതിലൊരു വ്യക്തിയായി എൻ്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് മാറും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു ദിവസം ഇന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ നിങ്ങൾക്ക് ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.